കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും. അതിൽ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും അതിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാൻ അതിൻ്റെ തരുന്ന ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുകയാണ്. ആദ്യം പറയുന്നത് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു സമ്മറിയാണ്. അതിൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവുക. നോർമലി വൈഡ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ ഷെയർ ചെയ്തതിലൊക്കെ ഉണ്ട്. അതായത് നെറ്റ് സെയിൽസ് കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ചോദ്യം നമുക്ക് തരുന്നത് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ചോദ്യത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഡാറ്റ ഇത്രയാണ്. 2 വർഷത്തെ ഡാറ്റയാണ് ഉണ്ടാവുക, ഏതെങ്കിലും 2 ഇയറിലെ. അത് ഞാനിപ്പോൾ എക്സാമ്പിൾ 2010 ആൻഡ് 2011 എന്നാണ് എക്സാമ്പിൾ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് സെയിൽസ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ്, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതിന്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് EBIT കിട്ടും. EBIT അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ്. ഇത് 2 വർഷത്തെ ഡാറ്റയാണ് നമുക്കിവിടെ ചോദ്യമായിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ അഡീഷണൽ ആയിട്ട് 2 കോളംസ് ആണ് നമ്മൾ വരക്കേണ്ടത്. ഒന്ന് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള ഒരു കോളവും പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള ഒരു കോളവുമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് വരക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൽ ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നെറ്റ് സെയിൽസ് ഇതിലിപ്പോ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ 2010 ആദ്യത്തെ ഇയറിൽ 60,000 നെക്സ്റ്റ് ഇയറിൽ 2011 75,000 ആണ്. അപ്പോൾ അവിടെ ഇൻക്രീസ് എന്ന് പറയുന്നത് 75,000 മൈനസ് 60,000 എന്ന് പറഞ്ഞാൽ 15,000 ആണ് അവിടുത്തെ ഡിഫറൻസ്. അത് ഇൻക്രീസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, രണ്ടാണെങ്കിലും ഈ കോളത്തിലാണ് അതിന്റെ ഫിഗർ എഴുതുന്നത്. അപ്പൊ ഇവിടെ 15,000 ഇൻക്രീസ് എന്നുള്ളത് നമ്മളിവിടെ എങ്ങനെ ഇൻക്രീസ് കോളത്തിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കോളാണ്. അപ്പൊ ഇവിടെ 60,000 ഇവിടെ 50,000 ആയിരുന്നുവെങ്കിൽ നമ്മളിവിടെ 10,000 ഡിക്രീസ് ആണ്. അപ്പൊ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ആ 10,000 കാണിക്കുക. അത്ര മാത്രമാണ് അവിടെ നമ്മൾ ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇനി ഇൻക്രീസ് ഡിക്രീസ് എഴുതി കഴിഞ്ഞാൽ ഈ ഇൻക്രീസ് ഡിക്രീസിന്റെ പെർസെന്റേജ് കാണാണ്. എത്രയാണ് ഇൻക്രീസിന്റെയോ അല്ലെങ്കിൽ ഡിക്രീസ് ആണെങ്കിൽ അതിന്റെയോ പെർസെന്റേജ്. അപ്പൊ അത് കാണാൻ നമുക്ക് ഈ ഫിഗർ അഥവാ നമ്മൾ ഇൻക്രീസ് കിട്ടിയിരിക്കുന്ന ഈ ഫിഗർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇയറിലെ ഫിഗർ 60,000 അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ആ ഇൻക്രീസിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് അതിന്റെ ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിവിടെ 25,000 ആണ്. 15,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 100 25% ആണ് നമുക്ക് കിട്ടുക, 25%. ഇതേപോലെ ഇതിന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ നമ്മൾ ഇതിന്റെ അവസാനം വരെ ഓരോ ഫിഗറിന്റെയും ഇൻക്രീസ് ഡിക്രീസ്, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ 35,000 45,000 ആണ് ഇൻക്രീസ് തന്നെയാണ്. അപ്പോൾ 10,000 ആണ് ഇൻക്രീസ്. 10,000 ഡിവൈഡഡ് ബൈ 35,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 28.57% ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കണ്ടാൽ കിട്ടുന്ന കാര്യമാണ്. ഇതേപോലെ ഓരോ ഫിഗറും ഇത് 5,000 ആണ് ഇൻക്രീസ്, അതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 20% ആണ്. ഇതേപോലെ ഓരോ ഫിഗറിന്റെയും ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ ഇതിൽ ഡിക്രീസ് വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാനതിവിടെ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ അവസാനം വരെ ചെയ്തു വെച്ചാൽ ലാസ്റ്റ്
നെറ്റ് പ്രോഫിറ്റിന്റെ ഫിഗർ വരെ. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 6,500 ആണ്. അപ്പൊ അത് 500 ആണ് ഇൻക്രീസ് ഉള്ളത്. പെർസെൻറ്റേജ് 8.3 ആണ്. ഇതുവരെ നമ്മൾ ഏറ്റവും ഒടുവിൽ വരെയുള്ള ഫിഗർ വരെ ഇത് എഴുതി വെച്ചാൽ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. ശേഷം നമുക്ക് നോക്കാനുള്ളത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതേപോലെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റിന് ബദൽ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണെന്നുള്ള ഒരു മിനിമം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം 2 സൈഡ്സ് ആണ്, അസറ്റ്സ്, ലാബിലിറ്റീസ്. അസറ്റ്സും ലാബിലിറ്റീസും 2 സൈഡിലും ഉണ്ടാവും. നമുക്ക് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 ഇയറിലെ ഡാറ്റ തരും. ഇവിടെ ഞാൻ സെയിം എക്സാമ്പിൾ 2010-2011 ഇയർ ആണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഓരോ ഫിഗറും തമ്മിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ 2010 ക്രെഡിറ്റേഴ്സ്, ആദ്യത്തെ ലാബിലിറ്റി ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന്റെ ഫിഗർ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ വർഷം 25,000ഉം രണ്ടാമത്തെ വർഷം 30,000ഉം ആണ്. അവിടെ ഇൻക്രീസ് 5,000 ആണ്. 5,000 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20% ആണ് കിട്ടുക, 20%. അതുപോലെ രണ്ടാമത്തെ ഫിഗർ 80,000, 50,000 ആണ് ലോണിന്റെ ഫിഗർ. അതും ഇതേപോലെ നമ്മൾ ഡിക്രീസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഞാൻ എക്സാമ്പിളിൽ ഡിക്രീസ് ഉണ്ട് 80,000, 50,000. അപ്പൊ നമ്മൾ ഡിക്രീസ് ആണ് 30,000. അപ്പൊ പെർസെൻറ്റേജ് നമ്മൾ ചേഞ്ചും അതേപോലെ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കണം. രണ്ടും ബ്രാക്കറ്റിൽ ഇടുക എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്കില്ല. ഇപ്പുറത്ത് നമ്മൾ ബാങ്ക് അസറ്റാണ്. ബാങ്ക് 5,000 ആദ്യത്തെ വർഷം, 15,000 രണ്ടാമത്തെ വർഷം. ഇൻക്രീസ് 10,000 ആണ്, 10,000. അപ്പോൾ അതിന്റെ ഡിക്രീസിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 200 ആണ്, 200% ആണ്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു ഡൗട്ട്സ് ഒക്കെ വരാറുണ്ട്. 200% എന്ന് പറയുന്നത് അങ്ങനെ അത് നമ്മൾ 100%-നേക്കാൾ കൂടുതലാണെന്നാണ്. ഇപ്പൊ 5,000 ആണ് ആദ്യം ഉണ്ടായിരുന്നത്, അത് 15,000 ആയി മാറി എന്ന് പറഞ്ഞാൽ 10,000 ഇൻക്രീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇരട്ടി ഇൻക്രീസ് ആണ്. ആ ഇരട്ടിക്ക് നമ്മൾ പറയുന്ന പെർസെൻറ്റേജിൽ പറയുന്ന ടേമാണ് 200% എന്നുള്ളത്. ഇതേപോലെ ഓരോ ഫിഗറിന്റെയും ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ്, ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ്, അതിന്റെ പെർസെൻറ്റേജ് കാണിച്ചത് അവസാനം വരെ ചെയ്താൽ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആയി. ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് വെച്ചാൽ മാത്രമേ അതിന്റെ ഒരു നീഡ് ഉള്ളൂ. അതായത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിന് 3 ഹെഡുകൾ അസറ്റ് സൈഡിലും 3 ഹെഡുകൾ ലാബിലിറ്റി സൈഡിലും പറയാറുണ്ട്. അതായത് കറന്റ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്, അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഫിക്സഡ് അസറ്റ് കറന്റ് അസറ്റ് ആണ് ആദ്യം വരുന്നത് വെച്ചാൽ എല്ലാ കറന്റ് അസറ്റും എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു ടോട്ടൽ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം നമ്മൾ എക്സ്ട്രാ ചെയ്യും. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുവരെയുള്ള ടോട്ടൽ കറണ്ട് അസറ്റുകളുടെ എല്ലാം കൂടി ഒരു ടോട്ടൽ ഫിഗർ ഇവിടെ എഴുതിയിട്ട് അതിന്റെ ഇൻക്രീസും അതിന്റെ ഡിക്രീസും നമ്മൾ സെപ്പറേറ്റ് ഒന്ന് കാണിക്കുന്ന ഒരു രീതിയും കൂടി ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടുള്ളൂ. അതും കൂടി ചെയ്യാറുണ്ട്. അതേപോലെ ഫിക്സഡ് അസറ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് എല്ലാ ഫിക്സഡ് അസറ്റ് എഴുതി കഴിഞ്ഞ് ആ ഫിക്സഡ് അസറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കോളം എക്സ്ട്രാ ഇതേപോലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കോളം ഇതേപോലെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റും കഴിഞ്ഞാൽ അസറ്റിന്റെ പിന്നെ നമുക്ക് ടോട്ടൽ അസറ്റിന്റെ കോളം നമുക്ക് ഇവിടെ ഉണ്ടാകും, ഓൾറെഡി ഉണ്ടാകും. അതും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു വെക്കണം. ടോട്ടലിന്റെ കോളം കൂടി നമ്മൾ ഇൻക്രീസും ഡിക്രീസും കണ്ടുവെക്കണം എന്നർത്ഥം. ഓക്കെ, ഇതാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇനി നമുക്കിതിൽ ഇതേപോലെ നമ്മൾ ഇതിപ്പോ ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞിരുന്നു. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള പിന്നെ 2 ടൂളുകളാണ്. നമ്മൾ ഹൊറിസോണ്ടൽ അനാലിസിസ് ഉപയോഗിക്കുന്ന 2 ടൂളുകളാണ്. ഹൊറിസോണ്ടൽ അനാലിസിസിൽ ഒരു ടൂൾ കൂടി ഉണ്ട്, നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടൂൾ കൂടി ഉണ്ട്. നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി നമുക്കുള്ളത് പിന്നെ വെർട്ടിക്കൽ അനാലിസിസ് ആണ്. വെർട്ടിക്കൽ അനാലിസിസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർഷത്തെ ഡാറ്റ തന്നെ, ഒറ്റ വർഷത്തെ ഡാറ്റ തന്നെ നമ്മൾ ഒന്ന് പിന്നെ ടോട്ടലിന്റെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ, സാധാരണ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ടോട്ടലിന്റെ പെർസെൻറ്റേജിലേക്ക്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടോട്ടൽ സെയിൽസിന്റെ പെർസെൻറ്റേജിലേക്കോ കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ
പിന്നെ വെർട്ടിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന രീതി. അതിൽ നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിനെ നമ്മൾ പറയാം. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. അപ്പൊ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നെറ്റ് സെയിൽസ് ആസ് യൂഷ്വൽ, അതേപോലെ ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതിന്റെ കൂടെ ഓപ്പറേറ്റിംഗ് ഇൻകം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്താൽ EB ആയിട്ട് കിട്ടും. അതേപോലെ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇത്രയാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ നമ്മൾ കോമൺ സൈസ് ആക്കുമ്പോൾ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ആദ്യം നമ്മൾ നെറ്റ് സെയിൽസിന് നേരെ 100% എന്ന് ആദ്യം തന്നെ എഴുതി വെക്കുക. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെയിൽസ് 100 ആയിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ സെയിൽസിന്റെ പെർസെന്റേജിലേക്ക്, സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് ബാക്കിയുള്ള ഓരോ ഫിഗറും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റുകളുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം തന്നെ നെറ്റ് സെയിൽസ് എത്രയാണ് അതിന്റെ നേരെ 100% എന്ന് എഴുതാം. എന്നിട്ട് ഓരോ ഫിഗറുകളും ഈ നെറ്റ് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് നോക്കുക. അതിനെന്താ ചെയ്യുക, ഇപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60,000 ആണ്. അപ്പോ ഈ 60,000 1 lakh ആണ് സെയിൽസ് ഉള്ളത്. 1 lakhന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ന് നോക്കാം. 1 lakhന്റെ 60% ആണ് എന്ന് നമുക്ക് കിട്ടും. 60,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 എന്ന് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചാലും മതി. അത്രേ വേണ്ടുള്ളൂ. അപ്പോ 60,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 എന്നാണ് 60%. അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ഉള്ളത് 40,000 ആണ്. എന്ന് പറഞ്ഞാൽ 1 lakhൽ നിന്ന് 60,000 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ ഈ 40,000 എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താണ്. അപ്പൊ 40,000. അപ്പൊ 40,000 1 lakhന്റെ എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ 40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100, അത് 40% തന്നെയാണ് കിട്ടുക. ഇതേപോലെ ഇവിടെ 1 lakh ആയതുകൊണ്ട് എനിക്കിവിടെ എല്ലാ ഫിഗറുകളും വേഗത്തിൽ എഴുതാൻ പറ്റും. ഏത് ഫിഗർ ആണെങ്കിലും, എത്ര ഫിഗർ ആണെങ്കിലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 10,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100, 30,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100, 2,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. പിന്നെ ഇവിടെ മൈനസ് ഫിഗർ ആണ്. ഇത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. ഈ മൈനസ് ഫിഗർ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത പർപ്പസ് അല്ല. അതായത് നമ്മൾ നേരത്തെ പിന്നെ ഇൻക്രീസ് ഡിക്രീസ് ഉണ്ടപ്പോൾ മൈനസ് ഇട്ടിരുന്നു, ആ മൈനസിന്റെ പർപ്പസിലല്ല. ഇവിടെ നമ്മൾ ഈ രണ്ട് ഫിഗറും ഒന്ന് ആഡ് ചെയ്യാൻ ഒന്ന് ലെസ് ചെയ്യാനാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ബ്രാക്കറ്റ് ഇട്ടതാണ്. അപ്പൊ നമുക്ക് ഇവിടെ അത് ഇടുമ്പോൾ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഇടുകയൊക്കെ ചെയ്യാം. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് അങ്ങനത്തെ നിബന്ധനകളൊന്നും ഇല്ലാത്തതാണ്. എന്തായാലും അവസാനം വരെ ഓരോ ഫിഗറിനെയും നമ്മൾ സെയിൽസിന്റെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ഫിഗർ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിന്റെയും സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ന് വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആവും. ഇനി കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഇതേപോലെ തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ് ഷീറ്റിൽ നമുക്ക് സെയിൽസ് എന്ന് പറഞ്ഞ സംഭവം അല്ലല്ലോ. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലാബിലിറ്റീസും ഉണ്ടാവുക. അസറ്റ്സിന്റെയും ലാബിലിറ്റീസിന്റെയും ടോട്ടൽ ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുമ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് ബാലൻസ് ഷീറ്റിലുള്ള ഓരോ ഫിഗറുകളും എന്ന് കാണുന്നതിനെയാണ് നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഇവിടെ എളുപ്പമാണ്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ്, അതാണ് ഇവിടെ അസറ്റ് സൈഡിലുള്ള ആദ്യത്തെ ഫിഗർ. 20,000 ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. സപ്പോസ് ഞാൻ ഇവിടെ ബാലൻസ് ഷീറ്റ് മുഴുവനായിട്ടും കാണിച്ചിട്ടില്ല. എന്തായാലും 8 lakh ആണ് ടോട്ടൽ അസറ്റിന്റെ ഫിഗർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 8 lakhന്റെ എത്ര പെർസെന്റേജ് ആണ്? 20,000. അപ്പൊ 2.5% എന്ന് കിട്ടും. അതേപോലെ രണ്ടാമത്തെ ഫിഗർ ഡെപ്റ്റേഴ്സ് ആണ്, 10,000 ആണ്. അപ്പൊ 8 lakh ആണ്. സെയിം 8 lakhന്റെ എത്ര പെർസെന്റേജ് ആണ്? 10,000. അപ്പൊ 10,000 ഡിവൈഡഡ് ബൈ 8 lakh ഇൻറ്റു 100, 1.25%.
മൂന്നാമത്തത് ഫർണിച്ചർ ആണ്. 50,000 ആണ് അതിന്റെ ഫിഗർ. 50,000 8 ലാഖിന്റെ എത്ര പെർസെന്റേജ് ആണ്? 50,000 ഡിവൈഡ് ബൈ 8 ലാഖ് ഇൻറ്റു 100. അങ്ങനെ ഓരോ ഫിഗറുകളും ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലും അതേപോലെ നമ്മുടെ അസറ്റ്സിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റീസിന്റെ ഫിഗർ തന്നെയാണ്. വേണമെങ്കിൽ അതിനെ രണ്ടാക്കിയിട്ടൊക്കെ പറയാം. രണ്ടു പറഞ്ഞാലും ഒരേ ഫിഗർ തന്നെയാണല്ലോ, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് പറഞ്ഞാൽ മതി നമ്മൾ പറയുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ 25,000 ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. 25,000 ഡിവൈഡ് ബൈ 8 ലാഖ് ഇൻറ്റു 100 3.5%. അതേപോലെ ബിൽസ് പേയബിൾ ഉണ്ട്, അത് 40,000 ആണ്. 40,000 ഡിവൈഡ് ബൈ 8 ലാഖ് ഇൻറ്റു 100 5%. ഇങ്ങനെ ഓരോ ഫിഗറുകളും നമ്മൾ ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ന് കാണുന്നതിനെയാണ് നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധാരണ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിന് ഒരു വർഷത്തെ ഫിഗറേ വേണ്ടുള്ളൂ. ഒരു വർഷത്തെ ഫിഗർ തന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാം. നേരെ മറിച്ച് കമ്പാരറ്റീവിന് നമുക്ക് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 2 വർഷത്തെ ഫിഗറുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാറുള്ളത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനോ ഇൻകം സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്യാനോ ചിലപ്പോൾ 2 വർഷത്തെ ഡാറ്റ തരും. അപ്പൊ ചില കുട്ടികൾ തെറ്റായിട്ട് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, പക്ഷെ കമ്പാരിറ്റീവ് ഉണ്ടാക്കി വെക്കും. അപ്പൊ അത് ഒരു കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും 2 വർഷത്തെ ഡാറ്റ എന്ന് വിചാരിച്ചിട്ട് അത് കമ്പാരിറ്റീവ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് 2 വർഷത്തെ ഡാറ്റ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോ ഇത് കോമൺ സൈസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പിന്നെ ലാബിലിറ്റി സൈഡിൽ 2 വർഷത്തെ ഫിഗർ 2010-ലെയും 2011-ലെയും ഫിഗർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ചോദ്യത്തിൽ. അങ്ങനെ 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 വർഷത്തെ ഡാറ്റ നമ്മൾ രണ്ടിനെയും കോമൺ സൈസ് ആക്കണം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? 2010-ലെയും 2011-ലെയും ഫിഗറുകൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിന് മേലെ ഹെഡിങ് എഴുതിയിട്ട് ലാബിലിറ്റീസിൽ പിന്നെ ആദ്യം 2010 എന്ന് വേണ്ട അതിന്റെ പെർസെന്റേജ് ഓൺ ടോട്ടൽ അസറ്റ്, പിന്നെ 2011, പിന്നെ അതിന്റെ പെർസെന്റേജ് ഓൺ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 4 കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിലും ആ സൈഡിലും ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഈ 4 കോളം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യത്തെ കോളം നമ്മളെ ആദ്യത്തെ വർഷത്തെ ഫിഗർ എഴുതാന്, പിന്നെ അതിനെ ടോട്ടൽ അസറ്റ് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്, പിന്നെ നമ്മൾ 2ാമത്തെ വർഷത്തെ ഫിഗറുകൾ എഴുതാന്, പിന്നെ അതിന്റെ ടോട്ടൽ അസറ്റിന്റെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത ഫിഗർ എഴുതാന്. ഇതേപോലെ ലാബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആവും. അപ്പൊ അവിടെ 2 വർഷത്തെ ഫിഗർ തന്നാല് ആ 2 വർഷത്തെയും കോമൺ സൈസ് ഉണ്ടാക്കണം എന്നാണ് അർത്ഥം, അല്ലാതെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം എന്നല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ അത് ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് ഓരോ ഫിഗറും ബാലൻസ് ഷീറ്റിലുള്ള ഓരോ ഫിഗറും ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ന് കാണാനുള്ളതാണ്. നേരെ മറിച്ച് കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ ഓരോ ഫിഗറിന്റെയും 2 വർഷത്തെ ഫിഗറുകൾ തമ്മിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കി അതിന്റെ പെർസെന്റേജ് എഴുതുന്നതാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ കോമൺ സൈസിന് ചിലപ്പോൾ 2 വർഷത്തെ ഡാറ്റ ഒക്കെ തരാം. അങ്ങനെ തരികയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ 2 വർഷത്തെ സെയിൽസ് ചിലപ്പം 2 വർഷത്തെ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ വർഷത്തെ ഫിഗറുകൾ എഴുതിയിട്ട് ആദ്യത്തെ വർഷത്തെ പെർസെന്റേജ് ആദ്യം എഴുതും, പിന്നെ 2ാമത്തെ വർഷത്തെ ഫിഗർ എഴുതും, പിന്നെ 2ാമത്തെ വർഷത്തെ പെർസെന്റേജ് എഴുതും. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഫോർമാറ്റിലുള്ള വ്യത്യാസം വരിക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇതാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സും അത് രണ്ടിന്റെയും പ്രിപ്പറേഷൻ. നിങ്ങൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ മനസ്സിലാക്കേണ്ടത് 2 വർഷത്തെ ഫിഗർ രണ്ടിനെയും തരുമ്പോൾ മാത്രമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്ര മാത്രമേ അതിൽ മനസ്സിലാക്കാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ ചോദിക്കാം.